to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭകാലത്തെ സ്ത്രീകളുടെ സ്ട്രെസ് അമ്മയെയും കുഞ്ഞിനെയും എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ സ്ത്രീ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടങ്ങളിലൊന്നാണ് ഗർഭകാലഘട്ടം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് വിഷാദവും ഉത്കണ്ഠയും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ചിലർ വളരെ ഹാപ്പി ആയിട്ടിരിക്കും, പക്ഷെ ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ആയിരിക്കും. ഗർഭകാലത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള സ്ട്രെസ് അമ്മയ്ക്കും കുഞ്ഞിനും വളരെയധികം ദോഷകരമായിട്ട് മാത്രമേ മാറുകയുള്ളൂ. കാരണം ഓരോരുത്തരുടെയും ഒരു ഗർഭകാലഘട്ടം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിലർക്ക് വളരെയധികം സന്തോഷമായിരിക്കും, ചിലർക്ക് ഭയങ്കര ഉത്കണ്ഠയായിരിക്കും, എല്ലാ കാര്യത്തിലും ഫുള്ള് വിഷാദം, എല്ലാ കാര്യത്തിലും ടെൻഷൻ. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനാണ് അത് ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്നത്. ഗർഭിണികളിൽ സ്ട്രെസ് വരാൻ പലവിധമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഗർഭം ധരിക്കുന്നവരിൽ കൂടുതലായിട്ടും സ്ട്രെസ് കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ. ഇപ്പം ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വയറ് നോക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ശരീരപ്രകൃതി നോക്കിയിട്ടാണെങ്കിലും ഫുൾ കമൻസ് പറയാനും ഓരോ അഭിപ്രായം പറയാനും ഓരോ ആൾക്കാരുണ്ടാവും. ചിലരുണ്ടാവും വയറ് ഒത്തിരി ഉണ്ടെങ്കിൽ ചോദിക്കും ഇതെന്ത് വയറാണ്, എന്താ ഇതിന് ഒരുപാട് വെയിറ്റ് കൂടുതലാണോ. ചിലരാണെങ്കിൽ നമ്മുടെ വയറ് കുറവാണെങ്കിൽ ചോദിക്കും ഇത് ചെറിയ വയറാണല്ലോ, എന്താ കുഞ്ഞിനെന്താ ലോ വെയിറ്റ് ആണോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് ഗർഭിണികളെ മാനസികമായിട്ട് തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് അടിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും സംഭവിക്കുന്നില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഗർഭകാലഘട്ടത്തിൽ അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ് കുഞ്ഞിൻ്റെ വളർച്ചയെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ബർത്ത് വെയിറ്റ് വളരെയധികം കുറവായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനെ അത് സാരമായിട്ട് ബാധിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ പഠനങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്കൊരു സ്വഭാവ വൈകൃതങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കൂടുതലായിട്ടും വാശി, അമിതമായിട്ടുള്ള ദേഷ്യം, ഇതൊക്കെ അമിതമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഗർഭിണികളിലെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ അഭിപ്രായം പറയാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അതെല്ലാം കേട്ട് നമ്മൾ സ്ട്രെസ് അടിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. കാരണം നമുക്കും ദോഷം കുഞ്ഞിനും ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഗർഭിണികളെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവരോടൊക്കെ തുറന്നു പറയാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ കാണുമല്ലോ നമുക്കൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയാനായിട്ട്. പിന്നെ വ്യായാമങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ വായിക്കുക, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക, മെഡിറ്റേഷൻസ്, യോഗ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കുട്ടികളുടെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ അവർക്ക് എപ്പോഴും തലവേദന അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ശ്വസന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഹൃദയമിടിപ്പ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ ഹാപ്പി ആയിരുന്നാലേ നമുക്ക് പൂർണ്ണ ആരോഗ്യമായിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മാക്സിമം സ്ട്രെസ്സൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാതിരിക്കുക, അല്ലെങ്കിൽ അത് തന്നെയും പിന്നെ ആലോചിക്കാതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.